മഴതോറും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, ശിവൻ്റെ അടുത്ത് ഫോൺ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അവിടെ പോയല്ലോ, ഇനി എന്താണെന്ന് ഞങ്ങൾ അറിയേണ്ടത് അറിഞ്ഞുകൊണ്ട് ഇനി ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എൻ്റെ കുറ്റങ്ങളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് ബാങ്കിലോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ എൻ്റെ കാറ് വർക്ക്ഷോപ്പിലായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാറിന് എങ്ങനെയെങ്കിലും ഏർപ്പാട് ചെയ്യാൻ വേണ്ടി ഞാൻ ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നിനും ഒരു മറുപടി ഇല്ല. ഞാനത് നിങ്ങളടുത്ത് പറയണമെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്. എൻ്റെ ആങ്ങളമാരുണ്ടല്ലോ അവരുടെ അടുത്ത്. എന്തിനാ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ഈ വീട്ടിലേക്ക് അലീനെ പോലെ ഒരു വേലക്കാരിയെ ഇനി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴത്തേക്കും പറയുക, ഞാൻ ഒരു വേലക്കാരിയും കൊണ്ടുവരില്ല, മക്കൾക്ക് എല്ലാ ജോലി അറിയാമെന്ന്. അത് മാത്രമല്ല പറഞ്ഞത്, ഞാനാണെങ്കിൽ ശമ്പളം കൊടുത്ത് ഇനി ഒരു വേലക്കാരി വെക്കണമെന്ന നിബന്ധന. ഇത് കേട്ടിട്ട് ശിവൻ പറയുക, അത് പറഞ്ഞത് ശരിയാ, പക്ഷേ അലീനെ പോലുള്ള ഒരു കുട്ടി വേലക്കാരിയായിട്ട് മാത്രമല്ല ഇനി ഒരിടത്തും കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് വൈജയന്തി പറയുന്നുണ്ട്, വീണ്ടും സപ്പോർട്ട് ചെയ്യാനാണോ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്? അതിനല്ല, എനിക്ക് അവളെ നല്ല കാര്യങ്ങൾ കേൾക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്. എൻ്റെ ബുദ്ധിമുട്ട് പറയാൻ വേണ്ടിയാ. ഞാനിത് വേറെ ആരെടുത്ത് പറയണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ശിവൻ ഇത് കേട്ട ഉടനെ പറയുന്ന, നിങ്ങളാണെങ്കിൽ എന്തായാലും നിങ്ങളെ കാര്യങ്ങൾ നോക്കിക്കോണം. അതിനു വേണ്ടിയാ നിന്നെ ഒരിടത്ത് കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ പരാതിയും കൊണ്ട് ഇവിടെ വരണം, നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം. പക്ഷേ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ വിളിച്ച് ഇന്നെങ്കിൽ ശല്യം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വൈജയന്തി പറയുക, നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ശല്യമായി മാറിക്കളഞ്ഞോ? കുറച്ച് ദിവസം അവിടെ നിന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറയാത്തതായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല പറഞ്ഞത്, എന്നെ ബാലചന്ദ്രൻ വിളിച്ചിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനിയും നീ അവനെ ദ്രോഹിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെയല്ലേ ദ്രോഹിക്കുന്നത്? ഞാൻ എന്തിനാ അയാളെ ദ്രോഹിക്കുന്നത്? എന്തിനാ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും കൃഷ്ണയും ബബിതയും അതുപോലെ തന്നെ രോഹിത്തിനും വല്ലാത്തൊരു മാറ്റമാണ്. അലീന ഇവിടെ നിന്ന് പോയ പിന്നെ ഈ വീട്ടിൽ ഞാൻ വന്നേ പിന്നെ എനിക്ക് കാണാൻ കഴിയുന്നത് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇത്രയും ദിവസം അടുക്കളയിൽ പോലും കയറാത്ത നിൻ്റെ മക്കൾ ഇപ്പം അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. അത് ആരുടെ മിടുക്കാണെന്ന് നിനക്കറിയാവോ? അതാരുടെ എന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. അത് വേറെ ആരുമല്ല, അലീന. അത് നല്ല കുട്ടിയാണ്, ഒരു വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ അതിനെ എല്ലാം പ്രാപ്തരാക്കുകയും ചെയ്തിട്ടുണ്ട് അവൾ. അതുകൊണ്ട് ബാലചന്ദ്രൻ പറഞ്ഞത് ശരി തന്നെയാണ്. പിന്നെ നിനക്കൊരു വേലക്കാരി വേണമെങ്കിൽ നീ വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വെക്കണമെന്നുണ്ട് ഒരു വേലക്കാരിയെ, പക്ഷേ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം, അതിന് അലിനെ പോലെ ആയിരിക്കില്ല, അത് നീ മനസ്സിലാക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ആരായിരുന്നാലും കുഴപ്പമില്ല, എനിക്കൊരു നല്ലൊരു വേലക്കാരി എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് ശിവനെ വിളിച്ച് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ആരെയാ രാവിലെ ഇന്ന് തന്നെ കുറ്റങ്ങളൊക്കെ പറയുന്നു ഇവിടത്തെ? അത് എൻ്റെ ആങ്ങളെയാണ് ഞാൻ വിളിച്ചത്. എന്താ, എനിക്ക് വേറെ ആരിക്കും ഞാൻ പറയാൻ? ആരും ഇല്ലയെന്ന് പറയരുത്. പണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തിനാ നിങ്ങൾ 24 വർഷം 23 വർഷം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പലപ്പോഴും ഇങ്ങനത്തെ സംസാരിക്കുന്നത്? ഇതിന് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നീ ചിന്തിച്ച് നോക്കണം. അതിനു മുമ്പ് ഞാൻ ആരായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന്. എന്നിട്ടാണ് നീ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താനെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് മിണ്ടാതെ വൈജയന്തി നിൽക്കുന്നുണ്ട്. എന്തിനാ എപ്പോഴും കുത്തി ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നൊക്കെ വൈജയന്തി തിരക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണയും ബബിതയും വരുന്നുണ്ട്. എന്താ രണ്ടുപേരും കൂടെ ഇവിടെ പറയുന്നേ? അങ്ങ് കേട്ടായിരുന്നു നിങ്ങളെ ശബ്ദം. അത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അലീനയെക്കുറിച്ച് തന്നെയാണ് ഇവിടുത്തെ ഇപ്പോഴും പോയിട്ടും സംസാര വിഷയം. വിളിച്ച് ആങ്ങളമാരെടുത്ത് പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് വൈജയന്തി പറയുക, എനിക്കൊരു ജോലിക്കാരിയെ വേണം. അതിനുവേണ്ടി ഞാൻ വിളിച്ചെൻ്റെ ആങ്ങളടുത്ത് പറഞ്ഞതാ. ശിവൻ ചേട്ടനെ ഞാൻ വിളിച്ചു. ശരി തന്നെയാണ്, അതിനിപ്പം ഞാൻ ആരെ ബോധിപ്പിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിൻ്റെ ഭർത്താവേ, ഞാൻ ഇവിടെ ഉണ്ട്, ആദ്യം എന്നെ. ആ സമയത്ത് പറയുക, ആദ്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്? അത് നടക്കില്ല എന്ന്. പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വേലക്കാരി വേണം. നിങ്ങളെ മക്കൾ ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ കഴിച്ചാൽ മതി. എനിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം ചെയ്യണം, തനിയെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, അതല്ലേ ചെയ്യേണ്ടത്. അത് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അകത്തേക്ക് പോകുന്നുണ്ട്.
ആ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ അലീനയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് എനിക്ക് ചിട്ടയോട് ഭക്ഷണങ്ങൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ എല്ലാം പൊന്നുപോലെ നോക്കുമായിരുന്നു. ഇപ്പോഴത്തേക്കും ഒരു മാറ്റവും ഒരു വലുത് തന്നെയാണ്. പക്ഷേ അവൾ ആ വീട്ടിൽ പോയെങ്കിലും അവിടെയാണെങ്കിൽ നല്ലതുപോലെ ആയിരിക്കും അവൾ ജീവിക്കുന്നത്. അത് എനിക്ക് കാണണം. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോകും, വേണമെങ്കിൽ നിങ്ങളെയും കൂടെ കൊണ്ടുപോവാം എന്നൊക്കെ കൃഷ്ണയെടുത്തും ബബിതയെടുത്തും പറയുന്നുണ്ട്. ഞങ്ങൾക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണ. എന്തായാലും ഒരു ദിവസം നമുക്ക് പോയി കളയാം. അത് നല്ലൊരു യാത്രയാണ്, അവിടെ ഇഷ്ടപ്പെടും. ആ യാത്ര തന്നെയാണ് നല്ലൊരു അനുഭൂതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഞാനത് എൻജോയ് ചെയ്ത് ആ യാത്ര. അതുപോലെ തന്നെയാണ് അലീനയെ ഫോൺ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ആ സമയത്ത്. ഇപ്പോൾ ഞങ്ങൾ അലീന മോളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, എവിടെയാണ് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് ഇവിടെയാണെങ്കിൽ വളരെ വലിയ വിശേഷമാണ്. എന്നെ പുറത്താക്കാൻ വന്ന ഒരു അപ്പച്ചന് വന്നായിരുന്നു, അത് സ്റ്റാൻലി ജോസഫിൻ്റെ അച്ഛൻ. പക്ഷേ എന്നെ കണ്ട നിമിഷം എന്നെയാണെങ്കിൽ ഞാൻ അമ്മച്ചിയെപ്പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ വിട്ട് മാറുന്നില്ല. ഞാൻ അതേപോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെയാണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്ത് പറയാനാ, ഓടിക്കാൻ വന്നിട്ട് പെട്ടെന്ന് പോകാൻ നിന്ന ആളാണ്. ഇപ്പം എൻ്റെ ഇവിടെ നിന്ന് അത് മാത്രമല്ല എസ്റ്റേറ്റിലേക്ക് യാത്ര പോവുക, ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുക. എന്തു വെച്ചാലും ഇറങ്ങാൻ പോകുന്ന സമയത്താണ് വിളിച്ചത്. എന്തായാലും നല്ലൊരു യാത്രയാവട്ടെ. ഇവിടെയാണെങ്കിൽ 24 മണിക്കൂറും അടുക്കളയ്ക്കകത്തായിരുന്നില്ലേ, ഇനിയെങ്കിലും മോള് നല്ലതായിട്ട് ജീവിതം ആസ്വദിക്കണം, അതും സ്വന്തം അച്ഛൻ്റെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുക, സ്നേഹം എന്താണെന്ന് ഒരച്ഛൻ്റെ. പക്ഷേ അച്ഛൻ്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്വന്തം അച്ഛൻ എൻ്റെ സ്വന്തം അരികിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു മാറ്റം അത് വലുത് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് ഒന്ന് മാത്രമേ ഞാനിപ്പോഴും മിസ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അമ്മയുടെ സ്നേഹം അത് എത്രമാത്രം ആരുടെ കടപ്പെട്ടാലും അത് ഒരിക്കലും നേടിയെടുക്കാൻ കഴിയുന്നതല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതും ഒരു സമയം മോളെ തേടിയെത്തും. മോളുടെ അമ്മ അന്ന് മനസ്സിലാക്കുന്ന ദിവസം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. എന്തായാലും മോളെ യാത്ര നടക്കട്ടെ, വിളിക്കുകയല്ലേ അവിടെ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. ആ സമയത്ത് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആരെയെ ഫോണിൽ വിളിച്ചത് എന്നൊക്കെ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്. അത് അച്ഛനാ എന്നെ വിളിച്ചത്. എന്താ പ്രത്യേകിച്ച് വിശേഷം? ഇല്ല, അവിടെ എൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും വിളിക്കാൻ തോന്നി, അതുകൊണ്ടാ. ഇത്രയും വർഷം ഞാൻ അവിടെ ആയിരുന്നില്ലേ, ഞാൻ ഓഫനേജ് കഴിഞ്ഞിട്ട് അവിടെ വന്നപ്പോഴത്തേക്കാ ഒരു അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് അറിയുന്നതും ഒരു അനിയത്തിയെയും അതുപോലെ തന്നെ എനിക്ക് അവിടെ കൂടപ്പിറപ്പുകളൊക്കെ കിട്ടി, അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ആ സമയത്താ ഞാൻ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. അത് എൻ്റെ ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. മോളുടെ മാത്രം നിമിത്തമല്ല, ഞങ്ങളുടെയും കൂടെയാ. അതുകൊണ്ടല്ലേ എൻ്റെ ആണെങ്കിൽ പൊന്നമ്മ എൻ്റെ അടുത്ത് തന്നെ വരാൻ തോന്നിയതെന്ന് പറയുന്നുണ്ട്. പൊന്നമ്മ എന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ സ്റ്റാൻലിയുടെ അമ്മ അതേപോലെ തന്നെയാ. എനിക്ക് വാക്കുകളില്ല പറയാൻ. അതുപോലെയാ മോളിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വന്നതെങ്കിലും ഇവിടെ നിന്ന് ഞാൻ ഇനി ഒരിക്കലും വിടില്ല. അവനെ ആണെങ്കിൽ നിർത്തേണ്ട നിലയിൽ നീ നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാൻലിയെ കുറിച്ച് അവതക്കുട്ടി പറയുന്ന കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. എന്തായാലും എന്നെ ഓട്ടിക്കാൻ വന്നതെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല, അത് മോളുടെ തോന്നല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലാവാൻ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇനി ചിന്തിക്കരുത്, ഇനിയാണെങ്കിൽ പുതിയ ജീവിതം മോളുടേത്, കഴിഞ്ഞതൊക്കെ മറക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വന്ന വഴി എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ ആ ഒരു സാഹചര്യമാണ്. പക്ഷെ ഏതൊക്കെ വലിയൊരു സമ്പന്നതയിലായിരുന്നാലും ഞാൻ അതൊന്നും ഒരിക്കലും മറക്കില്ല. എനിക്കത് തേടിയെത്തിയാലും ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടേ ഉള്ളൂ. എൻ്റെ തൊട്ടടുത്ത് എൻ്റെ അമ്മയുണ്ടായിരുന്നിട്ട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മയാണെന്ന് സത്യം. പക്ഷേ ഓരോ നിമിഷവും ഞാൻ അടുത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ആണെങ്കിൽ മനസ്സിൽ വേദനിക്കുന്നത് എനിക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളായിരുന്നുള്ളൂ. പക്ഷേ എന്നെ ഇനി അമ്മ അറിയുന്ന ആ നിമിഷം ഉണ്ടല്ലോ, ആ സമയത്താ എൻ്റെ അമ്മയുടെ വേദന എന്താണെന്ന് എനിക്കറിയാൻ കഴിയുന്നത്. എന്തു വെച്ചാലും ഞാൻ എങ്ങനെയാണോ അനുഭവിച്ചത് അതേ ഒരു വേദനയായിരിക്കും അമ്മയ്ക്ക്. എന്തായാലും അത് ഒരിക്കലും അറിയോ അറിയില്ലയോ അതെനിക്ക് അറിയില്ല. പക്ഷെ ആ നിമിഷം ഞാൻ അവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ജീവിതമാ, അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട. നിനക്കിപ്പോൾ സ്വന്തം അച്ഛൻ്റെ അരികിലെത്തി, അത് മാത്രമായിരിക്കണം. എന്തായാലും ഇറങ്ങുന്ന സമയമായി, നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് അവതക്കുട്ടി അലീനയെ വിളിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. ആ ഇറങ്ങുന്ന സമയത്ത് ചോദിക്കുക, ഇറങ്ങിയായിരുന്നു രണ്ടുപേരും റെഡിയായിട്ട്. അങ്ങനെ അതിശയത്തോടെ അലീനയെ നോക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. ആ സമയത്ത് ജോലിക്കാരൊക്കെ പറയുന്നുണ്ട്,
ഈ കിളവൻ കൊള്ളാലോ, ഇവിടെ നിന്ന് ഓട്ടിക്കാൻ വന്നത് കിളവൻ ഇപ്പോഴത്തേക്കും ഇതോ അവളെയും കൊണ്ട് വരുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇത് കേട്ടതും അവിടെ ഉടനെ തന്നെ അവതക്കുട്ടി ചോദിക്കുക, എന്നെ കുറിച്ച് നീയൊക്കെ എന്താ പറഞ്ഞത്? നിന്നെയൊക്കെ ഇവിടുന്ന് ജോലിയെന്ന് പറഞ്ഞു വിടേണ്ട കാലമേ കഴിഞ്ഞു. ഇനി കാലമൊന്നും നോക്കിയിരിക്കണ്ട, ഉടനെ തന്നെ ഞാൻ മാറ്റും. എന്തായാലും ഇവിടുത്തെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്, അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ചായ കുടിച്ചപ്പോൾ തന്നെ എനിക്ക് ടേസ്റ്റ് മനസ്സിലായി. നീയൊക്കെ ഇവിടെ ഇത്രയും കാലം ഉണ്ടായിരുന്നിട്ട് ഇതുപോലെ ആയിരുന്നോ ചായ ഇടാൻ? ഇതുപോലെ ഒരു ചായ ഇടാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുക, ഇത്രയും കാലം അവര് അല്ലേ സൽക്കരിക്കുക ചെയ്തത്, അതുകൊണ്ട് അവരിങ്ങനെ തള്ളി പറയേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ജോലിക്കാര് പറയുക, അത് ശരിയാ, അതൊക്കെ വന്ന് മോക്കറിയാം, പക്ഷേ ഈ അപ്പച്ചനെ അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നിർത്ത്, ഇനി നിങ്ങളൊന്നും പറയണ്ട, നമ്മളൊരു വഴിക്ക് പോവുക, വീടൊക്കെ നല്ലതുപോലെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുക. പോകുന്ന വഴിക്ക് കളിയും ചിരിയും അതുപോലെ തന്നെ തമാശകളൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവുക. ആ സമയത്തിട്ട് അവതക്കുട്ടി പറയുക, ഇതുപോലത്തെ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മോള് വന്നപ്പോൾ എൻ്റെ ഒരു ജീവിതം വളരെയധികം മാറ്റമോ സംഭവിച്ചിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ദിവസത്തൊന്നും ഇവിടെ നിന്ന് പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ട തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്ത് പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്, അപ്പച്ചൻ പറഞ്ഞല്ലോ നാളെ എന്തോ അത്യാവശ്യമുണ്ട് ഇവിടെ പോകുന്നെന്ന്. ഒരു അത്യാവശ്യവും ഇല്ല, എനിക്ക് ഇതിൽ കഴിഞ്ഞിട്ടുള്ള എന്ത് അത്യാവശ്യമാണ്? ഞാനാണെങ്കിൽ ഒരിടം പോകുന്നില്ല, ഇവിടെ നിങ്ങളോടൊത്ത് തന്നെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുക. അപ്പോഴത്തേക്കും സ്റ്റാൻലി ജോസഫ് ചിരിക്കുന്നുണ്ട്. എന്തായാലും കൊച്ചുമോളെ കണ്ടപ്പോഴത്തേക്കും വീട്ടിൽ പോലും പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിലൂടെ ആ യാത്രകളും രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളും ആലോചിച്ച് അലീന ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന അച്ഛനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടതും സ്റ്റാൻലി ജോസഫ് പറയുക, എന്റെ ജീവിതത്തില് ഇതുപോലൊരു യാത്ര ഇങ്ങനെ ആദ്യമായിട്ട് മോളുമായിട്ട് വന്ന് പിന്നെ ഒരു അധിക സന്തോഷം എനിക്കെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ എസ്റ്റേറ്റിൽ എത്തുകയും അവിടെ എത്തിയിട്ട് എല്ലായിടും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തരിശുഭൂമിയായിട്ട് കിടന്ന സ്ഥലവാ, ഞാൻ ഇവിടേക്ക് നല്ലതുപോലെയൊക്കെ ചെയ്ത് കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, അതിനെ കൃഷി ചെയ്യുന്നത് വേറെ ആ ജോലിക്കാരല്ലേ, അല്ലാതെ വേറൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് അപ്പച്ചനടുത്ത് പറയുക, ഇത്തിരി ബുദ്ധിയിൽ ഇത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു, ആലോചിച്ചെടുക്കാൻ ഒന്നും കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അവക്ക് നല്ല ബുദ്ധിയാണ്, നിനക്കാ ബുദ്ധി ഇല്ലാത്തത് എന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എല്ലായിടം നോക്കി നടന്ന് കാണുകയും എല്ലാ സ്ഥലമൊക്കെ അലീനയ്ക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ജോസഫും അവതക്കുട്ടിയും അലീനയും കൂടി അകത്തേക്ക് പോകുന്ന സമയത്ത് അവതക്കുട്ടി പറയുന്നുണ്ട്, ഇവിടെയുള്ള ആര് ചോദിച്ചിരുന്നാലും വിദ്യാഭ്യാസം ഒന്ന് കൂട്ടി പറയണം, MA BEd എന്നൊക്കെ പറഞ്ഞങ്ങ് പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ എനിക്ക് മനസ്സിലായില്ല, അത് ഞാൻ എല്ലാം പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടി വിളിച്ചിട്ട് പോവുക. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ ആഗ്രഹിച്ച ഈ നിമിഷങ്ങളൊക്കെ എനിക്ക് ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ എന്താ ഇത്രയും അധികം മാറ്റം ഉണ്ടാകാൻ കാരണം? അതൊക്കെ അച്ഛൻ അവിടെ നിന്ന് എന്നെ പറഞ്ഞയച്ചത് മുതൽ എന്തോ ഉള്ളൊരു മാറ്റം സംഭവിക്കാൻ പോണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാ. പക്ഷേ ഇന്ന് എനിക്ക് അമിതമായിട്ടുള്ള സ്നേഹവും സന്തോഷവും കിട്ടിയിരിക്കുന്നു. ഇതിനി എങ്ങനെ നിൽക്കും എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരിക്കലും നിൽക്കില്ല മോള്, സ്റ്റാൻലിയുടെ മകളാണെങ്കിൽ എന്നും ഈ ഒരു സന്തോഷം നിലനിർത്തണം, അതാ ഞങ്ങളുടെ ആഗ്രഹം. നിന്നെ കണ്ട നിമിഷം മുതൽ ഞാൻ തീരുമാനിച്ചതാ, നിന്നെ ഇനി ഒരിടത്ത് ഞാൻ പറഞ്ഞയക്കില്ല, ഇനി ഇവിടെ തന്നെ അവന്റെ മകളായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ചിരിച്ചുകൊണ്ട് അപ്പച്ചൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക അലീന. മോളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ആ പൊന്നമ്മയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സ്റ്റാൻലി ജോസഫ് പറയുക, ഞാൻ പറഞ്ഞത് പോലെ നടന്നു. ഞാൻ വിചാരിച്ചു അപ്പച്ചനാണെങ്കിൽ അലീനെ കാണുന്ന നിമിഷം ഞെട്ടുവന്ന്, അത് തന്നെ ഒരു വലിയ സർപ്രൈസ് ആയിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ എന്ന് അവതക്കുട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഇവിടെ നിന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം, എന്നിട്ട് എല്ലായിടം കൊണ്ട് കാണിക്കണം. നമ്മുടേതായിട്ടുള്ള എസ്റ്റേറ്റുകളും അതുപോലെ തന്നെയാണ് ഇവിടെ കാണാനൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയെങ്കിലൊക്കെ യാത്രകളൊക്കെ പോയിട്ടുണ്ടോ എന്ന് അലീനടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒരിടെ യാത്രകളൊന്നും പോയിട്ടില്ല, കൊണ്ടുപോകാനും ആരും ഇല്ലായിരുന്നു, ഓർഫനേജിൽ അങ്ങനെയായിരുന്നല്ലോ ജീവിത സാഹചര്യം. മതി
ഇനി അതിനെക്കുറിച്ച് പറയണ്ട എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ബാലചന്ദ്രൻ്റെ അവിടെ നിന്നപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇല്ല, ഞാനാണെങ്കിൽ അവിടെ ഒരു ജോലിക്കാരിയായിട്ടല്ലേ പോയത്. പിന്നെ അവിടെയാണെങ്കിൽ വൈജയന്തിയെ അമ്മ എന്നെ എങ്ങനെയാണെന്ന് പ്രതികരണമാണെന്ന് പറഞ്ഞല്ലോ അച്ഛൻ. പക്ഷേ ആ ഒരു ചിട്ടയായത് കൊണ്ട് തന്നെയാണ് പുറത്ത് ഒരിടം ഇതുവരെ പോയിട്ടില്ല. എവിടെയെങ്കിലും അത്യാവശ്യത്തിന് സാധനം വാങ്ങാനോ അങ്ങനെയൊക്കെ അല്ലാതെ ഞാനാണെങ്കിൽ ഇതുപോലുള്ള ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് എനിക്കതൊരു സ്വപ്നമാണെന്നാണ് ഞാൻ ഇപ്പം കരുതുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മോള് ഇനി വിഷമിക്കല്ലേ. ഇന്ന് എൻ്റെ മകളായിട്ട് ഒരു രാജകുമാരി തന്നെ എന്നാ പറയാം. ഇനി ഈ വീട്ടിൽ ജീവിക്കേണ്ടവളാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ അവകാശി മകളാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അവതക്കുട്ടി ചായം പറയുക, അത് ശരിയാ, നിൻ്റെ മകളാ ഇതിനെല്ലാ അവകാശങ്ങളും. അതുകൊണ്ട് എല്ലാവരുടെയും അവളെ കൊണ്ട് കാണിച്ചു കൊടുത്ത് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കണം നിൻ്റെ മകളായി തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഒരു നാണക്കേട് വരുത്തേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന കേട്ട് സ്റ്റാൻലി പറയുക, ഇതല്ലല്ലോ അപ്പച്ചനും വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് പണ്ട് പറഞ്ഞതൊന്നും ഇനി നീ കാര്യമാക്കണ്ട. ഇനി എങ്ങനെയാണെന്ന് നീ അത് മാത്രം തീരുമാനിച്ചാൽ മതി എന്ന് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് അവതക്കുട്ടി പറയുകയും ചെയ്യുന്നുണ്ട്.